ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ടാറ്റയുടെ എടപ്പള്ളിയിലുള്ള EV ഓൺലി ഡീലർഷിപ്പിലാണ്. ആൻഡ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ അപ്ഡേറ്റഡ് ടിയാഗോ EV ആണ്. ഇത് ടിയാഗോ EV തന്നെ എടുക്കണമെന്നില്ല, നിങ്ങൾ നോർമൽ പെട്രോൾ പവർ അല്ലെങ്കിൽ CNGയിൽ വരുന്ന ടിയാഗോ എടുത്താലും നമുക്ക് അതിൻ്റെ അകത്ത് ഈ അപ്ഡേറ്റ്സ് എല്ലാം തന്നെ ലഭിക്കുന്നതായിരിക്കും. പിന്നെ അപ്ഡേറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഒരുപാട് ഇതിൻ്റെ റേറ്റും കൂട്ടിയിട്ടില്ല, ചെറിയ രീതിയിലുള്ള പ്രൈസൊക്കെ ഉള്ളൂ. എനിവേ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കാനാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയൊരു അപ്ഗ്രേഡ് വരുന്നത് പുതിയ LED ഹെഡ്ലൈറ്റ്സ് ആണ്. അവരുടെ ബാക്കി വണ്ടികളൊക്കെ കൊടുക്കുന്ന പോലെ ഇതിനകത്ത് പ്രൊജക്ടർ സെറ്റപ്പ് അല്ല വരുന്നത്, നമുക്കൊരു നോർമൽ റിഫ്ലക്ടർ ബേസ്ഡ് ആയിട്ടുള്ള LED ആണ്, പക്ഷെ അതുണ്ട്. അതുപോലെ താഴത്ത് നമുക്ക് LED DRLസിൻ്റെ ഒരു സ്ലോട്ട് കാണാം. ഇതിൻ്റെ അകത്ത് ഫോഗ് ലാമ്പ് വരുന്നില്ല. ഇപ്പം ഇത് ടോപ്പ് എൻഡ് വണ്ടിയാണ്, പക്ഷേ സ്റ്റിൽ ഫോഗ് ലാമ്പ് ഇല്ല. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡീലർഷിപ്പിൽ നിന്ന് തന്നെ അഡീഷണൽ ചെയ്യാൻ പറ്റും. ഇതാണ് ഫ്രണ്ട് ലുക്ക് വരുന്നത്. ആൻഡ് ഇനിയിപ്പം നമ്മൾ ഓവറോൾ ഒരു സൈഡ് ലുക്കിലേക്ക് പോകാനാണെങ്കിൽ ഇതിന് ഡയമെൻഷൻസിലോ കാര്യങ്ങളിലോ ഒന്നും വേറെ ഒരു മാറ്റം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓവറോൾ സൈഡ് ലുക്ക് ഏകദേശം സെയിം ആണ്. പക്ഷേ വേറൊരു വലിയ വ്യത്യാസം വരുന്ന ഈ കളറിൻ്റെ കാര്യത്തിലാണ്. ഇത് പുതിയ കളറാണ്, ചിൽ ലൈം എന്നാണ് ഈ കളറിൻ്റെ പേര്. അത്യാവശ്യം നന്നായിട്ട് എടുത്ത് നിൽക്കുന്ന ഒരു കളറാണ് എന്ന് പറയും. ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മിഡ് നൈറ്റ് പ്ലം എന്ന് പറഞ്ഞൊരു കളറുണ്ട്, അതിപ്പോൾ അവരെടുത്ത് കളഞ്ഞു. അതിന് പകരമാണ് പുതിയ കുറച്ച് 2 കളേഴ്സ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പം വീൽസ് നോക്കാനാണെങ്കിൽ നമുക്കതിനകത്ത് കിട്ടുന്ന 14 ഇഞ്ച് ഹൈപ്പർ സ്റ്റൈൽ സ്റ്റീൽ വീൽസ് ആണ്. അതായത് അലോയ് അല്ല, പക്ഷേ അലോയുടെ ചെറിയൊരു ലുക്ക് തരുന്ന രീതിയിലുള്ള വീൽസ് ആണ് എന്ന് പറയും. ഇതിന് മുന്നേ ടിയാഗോയിൽ ഇത്തരത്തിലുള്ള ഹൈപ്പർ സ്റ്റൈൽ വീൽസ് തന്നെയായിരുന്നു. EVയിൽ അലോയ് ഇല്ലായിരുന്നു. നോർമൽ വണ്ടിയിൽ നമുക്ക് 15 ഇഞ്ച് അലോയ്സ് കിട്ടുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ നമുക്ക് ഓവർവ്യൂംസ് ഒക്കെ നോക്കാനാണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ഓവർവ്യൂംസിൻ്റെ ഡിസൈൻ വരുന്നത്. നിങ്ങൾ ടിയാഗോ അല്ലാതെ ടിഗോർ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് 360 ഡിഗ്രി ക്യാമറയും കൂടെ അവൈലബിൾ ആണ്. അത് പക്ഷേ ഈ വണ്ടിയിലില്ല. പിന്നെ നമുക്ക് താഴത്തായിട്ട് .TV എന്ന് പറഞ്ഞൊരു ബാഡ്ജും കിട്ടുന്നുണ്ട്. ഡോർ ഹാൻഡിൽസിലൊക്കെ ആ ഒരു ഗ്ലോസി ബ്ലാക്കിൻ്റെ ഫിനിഷും കിട്ടുന്നുണ്ട്. ആൻഡ് റൂഫിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു സ്പോയിലറിൻ്റെ ചെറിയൊരു കട്ടിങ് പോലെ ഇതിൻ്റെ എൻഡിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ ഷാർക്ക് ഫിൻ ആൻറ്റിന തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റിയർ പ്രൊഫൈൽ വരുന്ന ഡിസൈൻ ഇതാണ്. ടിയാഗോ .TVയുടെ ബാഡ്ജിങ്ങും അതുപോലെ റിയർ ക്യാമറ, പിന്നെ നമ്മുടെ റിക്വസ്റ്റ് സെൻസർ, ബൂട്ട് തുറക്കാനുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളൂ. ടെയിൽ ലാംപ്സിൽ LED ഇപ്പോഴും കൊടുത്തിട്ടില്ല. നമ്മുടെ നോർമൽ ടെയിൽ ലാംപ്സ് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്, അതായത് ഹാലജൻ ബൾബാണ്. ഇനി നമുക്ക് ഇൻറ്റീരിയറിലേക്ക് വരാം, കാരണം അവിടെയാണ് ഇവർ മെയിനായിട്ട് എല്ലാ വ്യത്യാസങ്ങളും വരുത്തിയിരിക്കുന്നത്. നമുക്ക് ഡാഷ്ബോർഡിൻ്റെ ഓവറോൾ ഡിസൈനിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സൈഡിലായിട്ട് നമുക്ക് മിറേഴ്സിൻ്റെ കൺട്രോൾ, അതുപോലെ ഇൻസൈഡ് ഡോർ ഹാൻഡിൽസിൽ ക്രോം ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് ഒക്കെ ഇപ്പോഴും പഴയതാണ്, നെക്സോണിലും കർവിലൊക്കെ ഇതാണ് വരുന്നത്. ആൻഡ് ഓവറോൾ ഡാഷ്ബോർഡിൻ്റെ ഒരു ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. നമുക്കതിൻ്റെ അകത്ത് ആ ഒരു ഗ്രേ ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് പോലത്തെ ഫിനിഷാണ് ഓവറോൾ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീൽ മാറിയിട്ടുണ്ട്. ഇതിന് മുന്നേ നമുക്ക് പഴയ പ്രീഫേസ് ലിഫ്റ്റ് നെക്സോണിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ സ്റ്റിയറിംഗ് വീലാണ് ടിയാഗോയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് മാറി നമ്മുടെ പുതിയ ടാറ്റയുടെ ആ ഒരു 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീല് വന്നിട്ടുണ്ട്. പിന്നെ ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് ഇതിനകത്ത് അവരുടെ EV വണ്ടികൾ വരുന്ന പോലെ ഒരു ഡ്യുവൽ ടോൺ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. ഇൻസൈഡ് പാർട്ടിലൊരു കളറും അതുപോലെ പുറത്തെ പാർട്ടിലൊരു ഗ്രേ കളറും പോലത്തെ ഫിനിഷാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്റ്റിയറിംഗ് ഓണർ കൺട്രോൾസ് ഉണ്ട്. റൈറ്റ് സൈഡിൽ നമുക്ക് ക്രൂസിൻ്റെ ബട്ടൺ അവൈലബിൾ അല്ല, അവിടെ ഒരു ബട്ടൺ മാത്രമേ നമുക്ക് ഫംഗ്ഷനിങ് ആയിട്ട് വരുന്നുള്ളൂ. ഇനി വേറൊരു കാര്യം, ഇതിൻ്റെ അകത്ത് മാറിയിരിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ലിസ്റ്റ് ആണ്. ഇതിപ്പോൾ എനിക്ക് ഓണാക്കാൻ പറ്റില്ല, കാരണം വണ്ടിയിൽ കീ ഇല്ല. ഇലക്ട്രിക് ആയതുകൊണ്ട് വണ്ടി ഓണായാലും അറിയില്ലല്ലോ. അതുകൊണ്ട് ആരെങ്കിലും ഇൻ കേസ് ഇതിനകത്ത് കയറി അറിയാതെ ഓണാക്കി വണ്ടി ഫ്രണ്ടിലേക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ അവർ അത് ഓഫ് ചെയ്ത് വെച്ചേക്കാണ്. എന്തായാലും ക്ലസ്റ്റർ നമുക്ക് ഇതിന് മുന്നേ പ്രീ ഫേസ് ലിഫ്റ്റ് ഹാരിയർ, അതായത് അതിൻ്റെ ഒരു റെഡ് ആർക്ക് എഡിഷനൊക്കെ ഇറങ്ങിയായിരുന്നു. ഏകദേശം ആ സമയത്ത് വന്ന പോലത്തെ ഒരു ക്ലസ്റ്ററാണ് ഇതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ അവരുടെ കുറച്ച് വാഹനങ്ങളൊക്കെ ബേസിക് വേരിയൻസിലൊക്കെ ഒരു ക്ലസ്റ്റർ കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ഇതിൽ 10.25 ഇഞ്ച് കൊടുക്കാമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ചെറിയ വണ്ടിയാണ്, ബഡ്ജറ്റും കൂടെ നോക്കണമല്ലോ, അതുകൊണ്ടുള്ളൊരു തീരുമാനമായിരിക്കാം. പക്ഷേ ഓവറോൾ വലിയ കുഴപ്പമില്ല. പിന്നെ സ്റ്റിയറിംഗിൽ നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഒക്കെ വരുന്നതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവും. ബാക്കി സാധനങ്ങളൊക്കെ സെയിം ആണ്, വൈപ്പർ കൺട്രോൾസ്, ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും സംഭവങ്ങളൊക്കെ. സെൻറ്റർ കൺസോളിലാണ് മറ്റൊരു മേജർ ഡിഫറൻസ് വരുന്നത്. നമുക്ക് ഇപ്രാവശ്യം ഇതിനകത്ത് 10.25 ഇഞ്ച് സൈസ് വരുന്ന ടാറ്റയുടെ പുതിയ ഇൻഫോടൈം സിസ്റ്റം കിട്ടുന്നുണ്ട്. അവരുടെ പുതിയ UAM സംഭവങ്ങൾ വെച്ച് ഒക്കെ വരുന്നൊരു സംഭവം തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പഴയ 7 ഇഞ്ച് സിസ്റ്റം മാറ്റി ഇത് വെക്കാൻ അവർക്ക് എന്തായാലും സെൻറ്റർ കൺസോൾ റീഡിസൈൻ ചെയ്തേ പറ്റുള്ളായിരുന്നു. അതുകൊണ്ട് തന്നെ നടുവിലത്തെ AC വെൻറ്റിൻ്റെയൊക്കെ ഡിസൈനും മാറിയിട്ടുണ്ട്. വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എല്ലാം തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താഴത്തായിട്ട് ടിയാഗോ ഇവിടെ ബാഡ്ജിങ്ങും അവർ കൊടുത്തിട്ടുണ്ട്. .TV എന്ന് പറഞ്ഞ ബാഡ്ജിങ് ആണ് വരുന്നത്. ആൻഡ് നമുക്ക് ഇതിനകത്ത് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഒരു സ്വിച്ച് അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. താഴത്ത് കുറച്ച് കൺട്രോൾസ് ഹസാർഡ്സിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ അതിൻ്റെ താഴത്തോട്ട് വരുമ്പോൾ ഓട്ടോ ACയുടെ കൺട്രോൾ പാനലാണ് വരുന്നത്. അതിൽ ഡിസ്പ്ലേ ഇല്ല. ടാറ്റ കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നൊരു കൺട്രോൾ തന്നെയാണത്, നമ്മുടെ ഓട്ടോ ACയുടെ. പക്ഷേ പഴയ വണ്ടികളിൽ തന്നെയാണ് എന്ന് മാത്രം. പുതിയ വണ്ടികളിൽ ടച്ച് ബേസ്ഡ് ആയിട്ടുള്ള കൺട്രോൾസ് ആണ് വരുന്നത്. ചിലപ്പം ഈ വണ്ടി ചെറുതായതുകൊണ്ടും ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ടും ആയിരിക്കും അവർ ഇതിനകത്ത് കൊടുക്കാതെ വരുന്നത്. ബട്ട് അത് വലിയ കുഴപ്പമില്ല. ആൻഡ് അതിൻ്റെ താഴത്തേക്ക് വരാനാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ഒരു 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് പോയിന്റ് ടൈപ്പ് സിയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഒരു നോർമൽ USB പോർട്ടും 12 വോൾട്ട് പവർ സോക്കറ്റും ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ അത്യാവശ്യം നല്ല ഡീപ്പായിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഗിയർ മോഡ് സെലക്ടറിൻ്റെ നോബ്. അവരുടെ പഴയ വണ്ടികൾ നെക്സോൺ EVക്ക് ആദ്യം വന്ന സമയത്ത് ഉണ്ടായിരുന്ന നോബ് തന്നെയാണ് ഈ വണ്ടിയിൽ ഇപ്പോഴും വരുന്നത്. അത് മാറ്റി
മാറ്റാനായില്ല എന്ന് ചോദിച്ചാൽ പുതിയ നോവൊക്കെ അവർ വേറെ വണ്ടികൾ കൊടുത്തിട്ടുണ്ട്, ഇതിൻ്റെ അകത്തില്ല എന്നേ ഉള്ളൂ. ഫ്രണ്ടിൽ നമുക്ക് ആംറസ്റ്റോ സംഭവങ്ങളൊന്നും അവൈലബിൾ അല്ല, പക്ഷെ അതുകൊണ്ട് തന്നെ കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ ബാക്കിൽ ഒരു വലിയ ബോട്ടിൽ ഹോൾഡർ, പിന്നെ മാനുവൽ ഹാൻഡ് ബ്രേക്ക്, അവിടെ വീണ്ടും ഒരു 12 വോൾട്ട് സോക്കറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഓവറോൾ സെൻറ്റർ കൺസോളിൻ്റെ ഡിസൈൻ വരുന്നത്. ഡാഷ്ബോർഡിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിലങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും പറയാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഈ പറയുന്ന കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് വ്യത്യാസം വന്നിരിക്കുന്നത്. ഇവരെന്തായാലും കറക്റ്റ് സമയത്ത് തന്നെ ഈ വണ്ടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പഴയ ടിയാഗോ ഇപ്പോൾ ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയി വരാൻ തുടങ്ങിയായിരുന്നു, പ്രത്യേകിച്ച് ഇൻറ്റീരിയർ വൈസ് ഒക്കെ. ബാക്കി വണ്ടികളൊക്കെ അതിനനുസരിച്ച് മോഡേൺ ആയി, പക്ഷേ ഇത് മാത്രം അവിടെ ഇങ്ങനെ ഇരുന്ന് പോകുമായിരുന്നു. ഇപ്പോൾ എന്തായാലും വലിയ കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വ്യത്യാസങ്ങളുണ്ട്. ആൻഡ് റൂഫ് പോർഷനിലേക്ക് വരാനാണെങ്കിൽ നമുക്കിവിടെ മാനുവൽ ഡേ-നൈറ്റ് IRVMs ആണ് കിട്ടുന്നത്, ഓട്ടോ ഡിമിംഗ് ഒന്നുമില്ല. പിന്നെ ക്യാബിൻ ലാമ്പായിട്ട് അവിടെ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അതുപോലെ നമുക്ക് റൈറ്റ് സൈഡിൽ ഡ്രൈവറിൻ്റെ സൺവൈസറിൽ മിററിൽ, പക്ഷേ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു മിറർ വരുന്നുണ്ട്. ഇതിൻ്റെ ക്യാബിൻ ലാമ്പ് ഇതിനുണ്ട്, നടുവിൽ ആ ഫ്രണ്ടിലില്ല എന്നുള്ളൂ. ഇനി നമുക്ക് ടോട്ടൽ സ്റ്റിയറിംഗ് നോക്കാനാണെങ്കിൽ ആകപ്പാടെ ഫ്രണ്ട് ആൻഡ്, അതായത് ടിൽറ്റ് അഡ്ജസ്റ്റ് മാത്രമാണ് വരുന്നത്, ടെലസ്കോപ്പിക് അഡ്ജസ്റ്റ് വരുന്നില്ല. പിന്നെ സ്റ്റിയറിംഗ് ഒരുപാട് താഴത്തേക്ക് വരില്ല, ഒരിത്തിരി മാത്രമേ ഇതിന് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളൂ. മുകളിലേക്ക് അത്യാവശ്യം പോകുന്നുണ്ട്, പക്ഷേ ഇതാണ് ഇതിൻ്റെ ഏറ്റവും താഴത്തെ പൊസിഷൻ. ഞാൻ സ്റ്റിയറിംഗ് അത്യാവശ്യം നന്നായിട്ട് താത്തിയിട്ട് ഓടിക്കുന്ന ഒരാളാണ്, അപ്പോൾ എൻ്റെയൊക്കെ ഒരു കോൺസെപ്റ്റിൽ നോക്കാനാണെങ്കിൽ ഇത് കുറച്ച് ഓവർ പൊങ്ങിയാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഡോർ പാഡ്സ്, റിയർ സീറ്റ് എക്സ്പീരിയൻസ് ഒക്കെ നോക്കാനാണെങ്കിൽ ഫ്രണ്ടിൽ വരുന്ന പോലെ തന്നെയാണ് ഡോർ പാഡ്സിൻ്റെ ഡിസൈൻ. ഡോർ ഹാൻഡിലൊക്കെ ബാക്കിലൊരു പവറിൻ്റെ കൺട്രോൾ ഉണ്ട്, പക്ഷേ സോഫ്റ്റ് ടച്ച് ഡോർ പാഡ്സ് ഒന്നും നമുക്ക് ഇതിൻ്റെ അകത്ത് ഫ്രണ്ടിലും ബാക്കിലും ഒന്നും കിട്ടുന്നില്ല. ആൻഡ് റിയർ സീറ്റ് സ്പേസ് ഇതാണ് വരുന്നത്, നമുക്ക് വേറെ ബുക്ക് ഹോൾഡറോ അല്ലെങ്കിൽ ബാക്കിലൊരു സ്റ്റോറേജ് സ്പേസ് ഒന്നും കിട്ടുന്നില്ല. ആൻഡ് ഓവറോൾ നമുക്ക് കിട്ടുന്ന ബാക്കിലത്തെ സ്പേസ് ഇതാണ്. ആവശ്യത്തിനുള്ള സ്പേസ് ഈ വാഹനത്തിലുണ്ട്, പ്രത്യേകിച്ച് ഇതിൻ്റെ സൈസൊക്കെ വെച്ച് കൺസിഡർ ചെയ്യുമ്പം. പിന്നെ ബാറ്ററി പാക്കും ഒരുപാട് വലുതല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഫ്ലോർ ഒരുപാട് പൊങ്ങിയല്ല ഇരിക്കുന്നത്. നമ്മളിപ്പോൾ നെക്സോണിലോ അല്ലെങ്കിൽ കർവിലോ ഒക്കെ ഇരുന്ന് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലോർ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിലിരിക്കുന്നവർക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. ഈ വണ്ടിയിൽ പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വരുന്നില്ല. ആക്ച്വലി അങ്ങനത്തെ ബുദ്ധിമുട്ട് വളരെ കുറവാണ് അതിന്. പിന്നെ നമുക്കിതിൽ റിയർ AC വെൻസ് ഒന്നും കിട്ടുന്നില്ല, പക്ഷേ അത് വലിയ കുഴപ്പമുള്ളൊരു കേസല്ല. ചെറിയ വണ്ടി ആയതുകൊണ്ട് ഫ്രണ്ടിൽ AC വെൻ്റ് തന്നെ ധാരാളമാണ്, ബാക്കിലും കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ. പിന്നെ സീറ്റിലൊക്കെ നമുക്ക് 2 ഹെഡ് റെസ്റ്റ് ആണ് കിട്ടുന്നത്, ഫിക്സഡ് ഹെഡ് റെസ്റ്റ് ആണ്. ഫ്രണ്ടിൽ മാത്രമേ അഡ്ജസ്റ്റബിൾ ഉള്ളൂ, ബാക്കിൽ നമുക്ക് അങ്ങനെ നടുവിൽ ഹെഡ് റെസ്റ്റ് ഇല്ല, പിന്നെ ആം റെസ്റ്റും വരുന്നില്ല. പക്ഷേ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്ഡേറ്റഡ് മോഡൽ ഒരു 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് ബാക്കിലത്തെ പാസഞ്ചേഴ്സിന് നടുവിൽ കൊടുത്തിട്ടുണ്ട്. അതായത് ബാക്കിലിരിക്കുന്ന 3 പേർക്കും, അത്രയും ഒരുപാട് വിട്ടില്ല 3 പേർക്ക് ഇരിക്കാം, പക്ഷേ സ്റ്റിൽ ഇരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും 3 പേർക്ക് 3 പോയിൻറ്റ് സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ഇരിക്കാൻ പറ്റും, ഒരു കുഴപ്പമില്ല. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ക്യാബിൻ ലാമ്പ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ബാക്കിൽ നമുക്ക്, അതായത് നടുവിലായിട്ട് ക്യാബിൻ ലാമ്പ് വരുന്നുണ്ട്, ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ അത് ആക്സസ് ചെയ്യാൻ പറ്റും. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ടാറ്റ ടിയാഗോ EVയുടെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ. ഇത് EV മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ നോർമൽ ടിയാഗോയുടെ ടോപ്പ് എൻഡ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന എല്ലാ ഫീച്ചേഴ്സും അതിൻ്റെ അകത്ത് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ടിഗോർ EVയിലും ടിഗോറിൻ്റെ നോർമൽ വേരിയൻസിലും നേരത്തെ പറഞ്ഞ 360° ക്യാമറ മുതലായ ഫീച്ചേഴ്സൊക്കെ അഡീഷണൽ കിട്ടുന്നതാണ്. ഇനി ഇതിൻ്റെ പ്രൈസ് നോക്കാനാണെങ്കിൽ നമുക്ക് ടിയാഗോ EVയുടെ പ്രൈസ് വരുന്നത് 7.99 ഇതിൻ്റെ മീഡിയം റേഞ്ചും, അതുപോലെ മാക്സിമം പ്രൈസ് 11.14 വരെ ഇതിൻ്റെ ലോങ് റേഞ്ചിനാണ് പോകുന്നത്. ഓക്കെ, പിന്നെ ഇനി നോർമൽ ടിയാഗോ ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അത് 5 lakhsനടുത്ത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 8.45 lakhs വരെയാണ് പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം എക്സ്-ഷോറൂം പ്രൈസസ് ആണ്. പിന്നെ ഇത് EV ആയതുകൊണ്ട് നമുക്കിതിനകത്തൊരു 24 kWh ബാറ്ററി പാക്കാണ് ലോങ് റേഞ്ച് മോഡലിൽ വരുന്നത്. അതിനകത്ത് ആകപ്പാടെ 74 bhp 114 ടോർക്കേ ഉള്ളൂ. പക്ഷേ EV ആയതുകൊണ്ട് സ്പോർട്സ് മോഡിലൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് നല്ല പവർ ഇതിൻ്റെ അകത്ത് ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സൈസൊക്കെ ചെറുതാണല്ലോ, പിന്നെ നമുക്ക് സിറ്റിക്കകത്തൊക്കെ പെട്ടെന്നൊക്കെ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഈ വണ്ടി ഇങ്ങനെ പടയെന്ന് പറഞ്ഞ് പൊക്കോളും. സിഗ്നൽ ഇതൊക്കെ പെട്ടെന്ന് എടുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം. ഇനി നിങ്ങൾ ലോങ് റേഞ്ച് നോക്കുന്നില്ലെങ്കിൽ നമുക്കൊരു 19.2 kWh ബാറ്ററി പാക്കാണ് മീഡിയം റേഞ്ച് ഓപ്ഷനിൽ കിട്ടുന്നത്. അതിന് റേഞ്ച് എന്തായാലും കുറവായിരിക്കും. എനിവേ ഗൈസ്, നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും നല്ല ക്ലീനിങ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ ആക്സസറീസ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്ട്സ് ടാഗ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ തീർച്ചയായും ചെക്കൗട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അവിടെ എല്ലാം ലഭിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.